നമ്മുടെ ഓരോ വിഷയമില്ലേ, അത് നമുക്ക് ദൈവം തരണത് ക്രൂഡ് ഓയിലായിട്ടാണ് തരണത്. നമ്മൾ റിഫൈൻ ചെയ്ത് വാഗ്ദാനങ്ങൾ നമ്മളെന്ത് ചെയ്യും, വാഗ്ദാനമായിട്ടാണ് ദൈവം തരുന്നത്. ഇപ്പോൾ ഒരു വിമാനം പറപ്പിക്കുന്ന ഓയിൽ എന്താണത്, ഏവിയേഷൻ ഓയിൽ. അതിൻ്റെ പെട്രോൾ തന്നെ വീണ്ടും റിഫൈൻ ചെയ്ത് എടുക്കുന്നതാണ്. പെട്രോളിന് മുമ്പ് ഡീസൽ ഉണ്ടാവും, ഡീസലിന് മുമ്പ് ക്രൂഡ് ഓയിൽ ഉണ്ടാവും. അപ്പോൾ ക്രൂഡ് ഓയിലാണ് കുഴിച്ചെടുക്കുന്നത്. ഞാൻ കോയിലൊക്കെ ചെന്നപ്പോൾ എണ്ണപ്പാടത്ത് പോയായിരുന്നു. അപ്പോൾ മുഴുവൻ എണ്ണപ്പാടമാണ്. എല്ലായിടത്തും ഇങ്ങനെ ഡിഗ് എണ്ണ ഡിഗ് ചെയ്യുന്ന മെഷീൻ വെച്ചിട്ടുണ്ട്. അവിടെ എല്ലാം ഫയർ സേഫ്റ്റി സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അവിടുത്തെ മണ്ണെല്ലാം ഇങ്ങനെ എണ്ണയുമായിട്ട് കുഴഞ്ഞു മറിഞ്ഞൊരു മണ്ണാണ്. നമുക്ക് പുറത്തിറങ്ങിയ നമ്മുടെ കാലയിൽ ആ മണ്ണ് പറ്റിയാൽ പോകത്തുമില്ല. ഇപ്പം ഞാൻ വണ്ടി പോയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും എണ്ണപ്പാലം കിടക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോഴേ അവിടെ നിന്ന് എന്താ കുഴിച്ചെടുക്കണത്, ക്രൂഡ് ഓയിലാണ്, കറുത്ത നിറച്ച കരി ഓയിൽ പോലൊരു സാധനം എടുക്കണത്. അതാണ് പിന്നെ പ്രോസസ്സ് ചെയ്ത് റിഫൈൻ ചെയ്തിട്ട് പിന്നെ ഡീസലാക്കും. പിന്നെ എന്ത് ചെയ്യും, പിന്നെ അത് വീണ്ടും റിഫൈൻ ചെയ്തിട്ട് ശുദ്ധീകരിച്ചിട്ട് നമ്മൾ പെട്രോളാക്കും. പെട്രോൾ വീണ്ടും ശുദ്ധീകരിച്ചിട്ടാണ് പിന്നെ ഏവിയേഷൻ ഓയിലൊക്കെ ആക്കണത്. ഇതുപോലെ തന്നെയാണ് വാഗ്ദാനങ്ങളിൽ വരണത്. വാഗ്ദാനങ്ങളെ ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദാനങ്ങളാണ്. നമ്മൾ അതിനെ ഓരോ തരത്തിലുള്ള ആ വാഗ്ദാനങ്ങളെ ഓരോ സിസ്റ്റത്തിലേക്ക് കയറ്റിയിട്ടാണ് നമ്മൾ അതിനെ റിഫൈൻ ചെയ്തെടുക്കുന്നത്. ഒരു വാഗ്ദാനങ്ങളെ നമ്മൾ ആദ്യം കയറ്റണ സിസ്റ്റം എന്താണ്, ഫെയ്ത്ത് സിസ്റ്റത്തിലാണ് കയറ്റുന്നത്, വിശ്വാസം. അപ്പോൾ ഒരു വാഗ്ദാനം ക്രൂഡ് ഓയിൽ വിശ്വാസത്തിൽ കയറി ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് അതിന് ഡീസൽ കിട്ടും. പിന്നെ കുറേ പെട്രോൾ ഉൽപ്പന്നങ്ങൾ, സോപ്പ്, ചീപ്പ്, അരക്ക്, അതുപോലെ തന്നെ ടെർമോക്കോള്, ബൈ പ്രോഡക്ട്സ്, ഉപ ഉൽപ്പന്നങ്ങൾ കുറേ കിട്ടും. അതിൻ്റെ ആദ്യത്തെ പ്രോസസ്സാണ്. ഫെയ്ത്ത് ക്യാവിറ്റിയിൽ അത് വെച്ച് അത്രയുമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ വാഗ്ദാനം തന്നെ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത സിസ്റ്റത്തിലോട്ട് കയറ്റും. അതെന്താണ്, ഹോപ്പാണ്. അതാണ് ഇത്തിരി ലാഗ് ചെയ്താലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഫെയ്ത്തിന് സഡനായിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടുമെങ്കിലും ഫെയ്ത്തിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മിക്കവാറും തന്നെ ഡീസൽ പോലത്തെ വല്ല സംഭവമായിരിക്കും. നമുക്ക് വേണ്ട ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ അടുത്ത സെക്ഷനിലാണ് വരണത്. ഇപ്പോൾ ഉടമ്പടി ആദ്യ സെക്ഷൻ നമ്മൾ ഫെയ്ത്തിലാണ് വർക്ക് ചെയ്യണത്. ഫെയ്ത്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ പടപടാതെ നടക്കും, ആ ഫെയ്ത്തിൽ നടക്കുകയും ചില കാര്യങ്ങൾ ടൈം എടുക്കുന്ന സാധനമുണ്ട്. അതിനാണ് നമ്മൾ ഹോപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർ ഹോപ്പ് മേഖലയിലേക്ക് വർക്ക് ചെയ്യണത്. അപ്പോൾ ഫെയ്ത്ത് മേഖലയെ പോലെ സഡൻ അല്ല ഹോപ്പ് മേഖല. കാരണം അതിൻ്റെ അകത്ത് പിന്നീട് ഈ പൈപ്പ് പ്രോഡക്ട്സ് കുറവായിരിക്കും. പിന്നെ വരാൻ പോണത് അടുത്തത് ഡീസൽ കഴിഞ്ഞാൽ പിന്നെ പെട്രോളാണ് വരണത്. അപ്പം അതുകൊണ്ട് അതുപോലെയുള്ള പ്രോസസ്സിങ് നമ്മുടെ വിഷയങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ ലോകത്തിലുള്ള നിങ്ങളെ കാര്യങ്ങൾ നടക്കുക എന്നതിനേക്കാൾ ഉപരി ക്രിസ്തുവിന് നിങ്ങളിൽ വസിക്കാൻ പറ്റുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് വരും. ഹോപ്പിൻ്റെ പ്രത്യാശയുടെ കാലം അങ്ങനെ സംഭവിക്കണത്. പ്രത്യാശയുടെ കാലത്ത് നിങ്ങൾ പ്രെയർ ചെയ്തുകൊണ്ടിരിക്കും, പക്ഷേ വിശ്വാസകാലം പോലെ പെട്ടെന്ന് കത്തിപ്പിടിക്കത്തില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്പോൾ ചിലർ പ്രത്യാശക്കാലത്താണ്. ഇപ്പം നമ്മൾ സ്ലീബാക്കാലം എന്നൊക്കെ പറഞ്ഞ് പള്ളിയിൽ എഴുതി വെക്കത്തില്ല ആരാധനക്രമം. ഉടമ്പടിക്കുള്ള കാലം വിശ്വാസക്കാലമുണ്ട്, പ്രത്യാശക്കാലമുണ്ട്, സ്നേഹത്തിൻ്റെ കാലമുണ്ട്. പിന്നെ അവസാനത്താണ് സമർപ്പണത്തിൻ്റെ കാലം. സമർപ്പണത്തിൻ്റെ കാലം എന്ന് പറയുമ്പോൾ അത് വേറെയാണ്. അത് ഈ ഭൗതികമായ കാര്യമായിട്ട് ബന്ധമില്ല. അത് നിത്യജീവൻ്റെ വിഷയങ്ങളാണ് സമർപ്പണ കാലത്ത്. കാര്യം കേൾക്കപ്പെടാത്ത പ്രാർത്ഥന ഉണ്ടാകും അതിൻ്റെ അകത്ത്. അത് നമ്മൾ എത്ര പ്രോസസ്സ് ചെയ്താലും നമുക്ക് പ്രോസസ്സിങ് കിട്ടത്തില്ല. അതുപോലെ തന്നെ ഇരിക്കും, കാണാം. ഇപ്പം നിങ്ങളുടെ ഭർത്താവിൻ്റെ മാനസാന്തരം വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ആദ്യം പ്രാർത്ഥിച്ചത് വീട് വിൽക്കാൻ വേണ്ടിയാണ്, അല്ല വീട് കിട്ടാൻ വേണ്ടി, അത് കിട്ടി. രണ്ടാമത്തെ കാലത്ത് നിങ്ങൾ മക്കൾക്ക് അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അത് കിട്ടി.
അപ്പം നിങ്ങളിങ്ങനെ ഓരോ കാര്യം പറ്റി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ഞങ്ങളിങ്ങനെ ഈ ഉടമ്പടി എന്ന് പറയണത് ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങൾ ദീപക് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ സാക്ഷ്യം പറഞ്ഞു. ദീപക് നമ്മുടെ ചെത്തിപ്പുഴ ചങ്ങനാശ്ശേരി എന്ന്. ദീപക്കിൻ്റെ സാക്ഷ്യം ഞാൻ വളരെ ശ്രദ്ധിച്ച സാക്ഷ്യമാണ്. ദീപക് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തില്ല ആദ്യം. അപ്പോൾ ദീപക് അതിന് പറഞ്ഞ ന്യായം എന്ന് പറയുന്നത് ഇങ്ങനെ പല്ലുവേദനയ്ക്കും തലവേദനക്കൊക്കെയാണ് ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ എടുക്കുന്ന ഒരു പ്രാർത്ഥന എനിക്ക് ആവശ്യമില്ലെന്നാണ് ദീപക് പറഞ്ഞത്. ദീപക് ഉടമ്പടി എടുക്കാൻ പോയി. ദീപക് ഉടമ്പടി എടുക്കാൻ പോകുന്നതിന് കാരണങ്ങളുണ്ട്. അയാൾ പറയണത് എനിക്ക് ആവശ്യത്തിന് ഡിഗ്രി ഉണ്ട്, എനിക്ക് ആവശ്യത്തിന് ഡിഗ്രി ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്, എനിക്ക് ആവശ്യത്തിന് ആരോഗ്യമുണ്ട്. അതൊക്കെ ശരിയാണ്, അതൊക്കെ കണ്ടാൽ പറയും നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്. പിന്നെന്താ, എനിക്ക് നല്ല സൗന്ദര്യമുണ്ട്, നല്ല പേഴ്സണാലിറ്റി ഉണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഇതിനു വേണ്ടി ഉടമ്പടി എടുത്തിട്ടൊന്നും കാണിക്കാനില്ല. അതാണ് ദീപക് തിരിച്ചു പോയത്. കാര്യം എന്താ, എനിക്ക് ആവശ്യത്തിന് എക്സ്പീരിയൻസ് ഉണ്ട് എൻ്റെ പ്രൊഫഷനിൽ. പിന്നെ എനിക്ക് ആവശ്യത്തിന് ആരോഗ്യമുണ്ട്, ആവശ്യത്തിന് പേഴ്സണാലിറ്റി ഉണ്ട്, ആര് കണ്ടാലും അക്സെപ്റ്റ് ചെയ്യണൊരു പേഴ്സണാലിറ്റി ഉണ്ട്. അപ്പോൾ എനിക്കിതൊക്കെ മതി. പിന്നെ കുറച്ച് ഹാർഡ് വർക്ക്, നമുക്ക് കുറച്ച് നമ്മളൊന്ന് ട്രൈ ചെയ്താൽ മതി, അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഉടമ്പടിയൊന്നും എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അയാൾക്ക് നല്ല കോൺഫിഡൻസാണ്. എന്തിൽ? അയാളുടെ കപ്പാസിറ്റിയിലുള്ള കോൺഫിഡൻസ് ഭയങ്കരമാണ്. വിദ്യാഭ്യാസം ആവശ്യത്തിനുണ്ട്, ജോബ് എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്, നല്ല ആരോഗ്യമുണ്ട്, 10 മനുഷ്യർ കണ്ട തെറ്റ് പറയാത്ത സൗന്ദര്യമുണ്ട്, പേഴ്സണാലിറ്റി. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ഇന്ത്യൻ മനസ്സ് വെച്ചാൽ മതി, എല്ലാം നടക്കും എന്നാണ് ദീപക് 13 കൊല്ലം വിചാരിച്ചുകൊണ്ടിരുന്നത്. 13 കൊല്ലം ദീപക് ജീവിത പ്രശ്നങ്ങളെ സമീപിച്ച രീതി എന്താണ്? ഞാൻ ഓക്കെയാണ്, എനിക്ക് ആവശ്യത്തിന് പറഞ്ഞ എല്ലാ ഡിമാൻഡ്സും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഭൗതിക സാഹചര്യമുണ്ട്, ഞാനൊന്ന് മനസ്സ് വെച്ചാൽ മതി, അത്രയേ ഉള്ളൂ. പക്ഷെ ദീപക് പറയണത്, ഞാനിങ്ങനെ മനസ്സ് വെച്ചിട്ടും എനിക്കൊരു പ്രൊമോഷൻ ആകണില്ല. എനിക്ക് കിട്ടിയ മിനിമം ശമ്പളത്തിലൊരു ജോലി ഞാൻ ചെയ്തുകൊണ്ട് അങ്ങനെ പോവുകയാണ്. അതിൽ നിന്ന് എനിക്ക് എൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് അതിൻ്റെ ഇരട്ടി ശമ്പളം കിട്ടാനുള്ള പ്രൊമോഷൻ കിട്ടേണ്ടതാണ്. പക്ഷെ 13 ഞാൻ കിട്ടും, ഇപ്പം കിട്ടും, നാളെ കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും എൻ്റെ സർട്ടിഫിക്കറ്റിലും ഒക്കെ വിശ്വസിച്ചുകൊണ്ട് ഞാനിങ്ങനെ 13 കൊല്ലം എൻ്റെത് തളയിണ്ടിരിക്കും. പിന്നീട് 13ാമത്തെ കൊല്ലം എനിക്ക് മനസ്സിലായി, ഞാൻ വൈഫിൻ്റെ കൂടെ ഇവിടെ വന്നതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടെ ആൾക്കാർക്ക് ഉടമ്പടിയെടുത്ത് സാക്ഷ്യം പറയണതൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യത്തിന് ഉടമ്പെടുക്കേണ്ട കാര്യമില്ല. ആ സാക്ഷ്യമൊക്കെ കേട്ടപ്പോൾ അയാൾക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. കാരണം മനുഷ്യന്മാരൊക്കെ ഓരോ സാക്ഷ്യം പറയേണ്ടത് അയാളേക്കാൾ ക്വാളിറ്റി കുറഞ്ഞ മനുഷ്യരാണ്. അതാണ് പുള്ളി നോക്കണത്. അയാളേക്കാൾ ക്വാളിറ്റി കുറഞ്ഞ ആൾക്കാർ അവരുടെ കുറച്ച് ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ഏതാണ്ടൊക്കെ എഴുതിയിട്ട് പ്രാർത്ഥിക്കണം, എന്ത് പരിപാടിയാണ്, ഇതൊന്നും എനിക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് ദീപകിൻ്റെ കിട്ടിയ ഇവിടെ വന്നപ്പോൾ കിട്ടിയ ഒരു അസസ്മെൻ്റ്. അതാണ്. അതിന് അദ്ദേഹം 2 പ്രാവശ്യം ഉടമ്പടി എടുക്കാൻ പോയി. പക്ഷേ ലൈഫിനാണെങ്കിൽ ഒരു മാറ്റമില്ല. തൻ്റെ പഴയ ജോലിയും ആ മിനിമം ശമ്പളവും ഒക്കെ ആയിട്ട് ജീവിക്കുന്നു. പക്ഷെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരണ കാരണം കൂടുതൽ ഫൈനാൻസ് സാമ്പത്തികം വേണം. പക്ഷെ തനിക്ക് മുടക്കാൻ പറ്റണില്ല. തൻ്റെ കഴിവനുസരിച്ച് ജോലി കിട്ടണമെങ്കിൽ അതിൻ്റെ പറ്റിയ ഉയർന്ന ജോലി കിട്ടണില്ല. എല്ലാ ഇൻ്റർവ്യൂവിനും പോകും, അവർ ഓക്കെ ആണെന്ന് പറയും, പക്ഷെ ജോലി കിട്ടത്തില്ല. എന്നിട്ട് പഴയ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ 13 വർഷം. 13 വർഷം കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് തോന്നി, ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയല്ലോ എന്ന് വിചാരിച്ചു. അതാണ് വിഷയം. ഉടമ്പടിയിലോട്ട് മനുഷ്യൻ വരണ ഒരു ടൈമെന്ന് പറയണത് ജീവിതം നമ്മുടെ കയ്യിൽ നിന്ന് പോകണം പോലെ നമുക്ക് തോന്നണം. നിങ്ങൾക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയല്ല ഉടമ്പടി എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കൂട്ടുകാരത്തി ഉടമ്പടി എടുക്കാൻ പോയപ്പോൾ എന്നാൽ ഞാനും വന്നെന്ന് പറയും. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയല്ലേ, ഞാൻ പല ദിവസമായിട്ട് ഉടമ്പടി എടുക്കണം വിചാരിച്ചതാണ്, അപ്പം നീ ഇപ്പോൾ പോകണ്ടല്ല എന്ന് ഞാനും വന്നു. എന്നിട്ട് ഒന്ന് ആലപ്പുഴ വരികയും ചെയ്യാം,
പറ്റുമെങ്കിൽ ഒന്ന് ബീച്ചിൽ പോവുകയും ചെയ്യാം, അല്ലെങ്കിൽ ഉടമ്പടി എടുത്ത്. അപ്പോൾ അവർ തർക്കിക്കണ ഇതാണ്, ആദ്യം ഹൗസ് ബോട്ടിൽ പോയിട്ട് അത് ഉടമ്പടി എടുക്കണം, അത് ഉടമ്പടി എടുത്തിട്ട് ഹൗസ് ബോട്ടിൽ പോകണം. അതാണ് പ്രശ്നം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പാവത്തുങ്ങൾക്ക്. അതും തർക്കിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പം ചിലർ പറയും നമ്മൾ ഹൗസ് ബോട്ടിൽ പോയിട്ട് വരുമ്പോൾ ഉടമ്പടി തീർന്നാൽ എന്ത് ചെയ്യും? എന്നാൽ പിന്നെ അപ്പം പറയും എന്നാൽ പിന്നെ നമ്മൾ ഉടമ്പടി എടുത്തിട്ട് ഹൗസ് ബോട്ടിൽ ചെല്ലാം. അപ്പം ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടിക്ക് എത്ര ദിവസം നേരം വേണം? അത് 4 മണിക്കൂർ വേണം. അപ്പോൾ അപ്പോൾ ഇത് 4 ഇവിടെ, പിന്നെ 1 മണിക്കൂർ ആകുമ്പോൾ 5 മണിക്കൂർ നടന്ന് അവിടെ ചെല്ലുമ്പോൾ 1 മണിക്കൂർ. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് 7,000 രൂപ. 7,000 രൂപയ്ക്ക് എത്ര മണിക്കൂർ? നമുക്ക് 5 മണിക്ക് ഇറങ്ങണ്ടേ? അപ്പോൾ അത് നഷ്ടമാണല്ലേ. അപ്പോൾ ഉടമ്പടിയെക്കുറിച്ചല്ല ചിന്തിക്കണത് എന്താണ്? ഹൗസ് ബോട്ടിൽ നമ്മൾ താമസിച്ചത് 4 മണിക്കൂറിൽ നമ്മൾ 8,000 രൂപ കൊടുക്കണ്ടേ എന്നാണ് ചിന്തിക്കേണ്ടത്. ഇങ്ങനെ ഉടമ്പടി എടുക്കണവരും ഉണ്ട്, ഇല്ലെന്നല്ല, ഉണ്ട്. അപ്പോൾ ഒരു ടൈം പാസിന് അംഗവും കാണാം, താളിയും പറിക്കാം, ആലപ്പുഴയും പോകാം, ഉടമ്പടി എടുക്കാം, ഹൗസ് ബോട്ടിൽ പോകാം. അങ്ങനെ വന്നവരാണ് ഈ പണി മേടിക്കുന്നത്. ജീവിതത്തിൽ പെട്ടുപോയി ജീവിതം കയ്യിൽ നിന്ന് പോയെന്ന് ചിന്തിക്കുന്ന ആൾക്കാരില്ലേ, അവർ ഉടമ്പടി എടുത്ത് അതിൻ്റെ അകത്ത് കൊണ്ട് സ്റ്റിക്ക് ഓൺ ചെയ്യും. കാര്യം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അവർ ടൈം പാസിന് ഉടമ്പടി എടുത്തിരിക്കണമല്ല. അവരുടെ ജീവിതം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ദൈവം ഇടപെടണം. കാര്യം അവർ നോക്കിയിട്ട് ആരോഗ്യമുണ്ട്, പക്ഷെ അത് വർക്കൗട്ട് ചെയ്യണില്ല. അവർക്ക് പേഴ്സണാലിറ്റി ഉണ്ട്, പക്ഷേ വർക്കൗട്ട് ചെയ്യണില്ല. 13 വർഷമായിട്ട് വർക്കൗട്ട് ചെയ്യണില്ല. നല്ല പ്രൊഫഷനുണ്ട്, അല്ല നല്ല ശമ്പളം, നല്ല സർട്ടിഫിക്കറ്റ് ഉണ്ട്, പക്ഷെ വർക്കൗട്ട് ചെയ്യണില്ല. ഇങ്ങനെ ഇതൊന്നും നടപടിയിൽ വരാത്തപ്പോഴാണ് ആൾക്കാർ ഉടമ്പടി എടുക്കുന്നത്. പക്ഷെ ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമെന്ന് പറയണത്, ഇത് ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ. ഇപ്പം ദീപക്ക് എന്താ സംഭവിച്ചത്? ദീപക്ക് ഉടമ്പടി എടുത്ത് ജീവിതം കയ്യിൽ നിന്ന് പോയെന്ന് കണ്ടപ്പോൾ പുള്ളിക്കാരനെ ഉടമ്പടി എടുത്ത് എന്ത് ചെയ്ത്? ആ ഉടമ്പടി പത്രവും ആ ഉടമ്പടി തിരിയും കാശുരൂപവും ഉപ്പും തൈലും എല്ലാം കൊണ്ടേ പുള്ളി പെട്ടി വെച്ച് പൂട്ടി. എന്നിട്ട് കൂട്ടുകാരൻ്റെ കല്യാണത്തിന് പോയി. പിന്നെ ചെയ്യാമെന്നും പറഞ്ഞു. അതാണ് സംഭവം. അപ്പം തന്നെ ഒരു തീരുമാനമാകും ഉടമ്പടിക്ക്. മനസ്സിലായില്ലേ? ഇതാണ് എല്ലാവർക്കും പിന്നെ അബദ്ധം. അതാണ് ദീപക്ക് ചെയ്തിരിക്കണത്. ഇത് അപ്പോഴതിൻ്റെ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്കൗട്ട് ചെയ്യുമായിരിക്കും, ചെയ്താൽ കൊള്ളാം, അങ്ങനെ വരട്ടെ, നമുക്ക് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് പതുക്കെ തുടങ്ങാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പതുക്കെ തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ ഒരു കാര്യവും പതുക്കെ നടക്കത്തില്ല. അത് എപ്പോഴും ഓർത്തേക്കണം. ഒന്നാമത് മരിയൻ സ്പിരിച്വാലിറ്റി എന്ന് പറയണത്, ദൈവവചനം കേട്ടാൽ അപ്പം തന്നെ സാംസൺ എന്താ ചെയ്യുക, ഫിലിസ്ത്യന്മാരുടെ പാളയത്തിലേക്ക് കുറുക്കന്മാരെ എടുത്തിട്ട് 100 കുറുക്കന്മാരെ എടുത്തിട്ട് കുറുക്കന്മാരുടെ വാലയിൽ പഴന്തുണി കെട്ടിയിട്ട് എണ്ണ ഒഴിച്ചത്. എന്നിട്ട് കുറുക്കന്മാരുടെ വാലയിൽ 100 കുറുക്കന്മാരുടെ വാലിൽ പഴന്തുണി ചുറ്റിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് അത് കത്തിച്ച്. അപ്പോൾ വാലിന് തീ പിടിച്ച കുറുക്കന്മാർ റോക്കറ്റ് പോലെ ഇടിച്ച് പന്തം പോലെ ഫിലിസ്ത്യൻ പാളയത്തിലേക്ക് ഇടിച്ച് കയറി അത് മൊത്തം കത്തിച്ച് കളഞ്ഞു. അതാണ് ഉടമ്പടിയുടെ സ്പീഡ് എന്ന് പറയണത്. ദൈവസ്നേഹം കൊണ്ട് വാലിൽ തീ പിടിക്കണം. അല്ല നനഞ്ഞിരുന്ന ഇത് കൂട്ടുകാരുടെ കല്യാണം കഴിയട്ടെ, അത് കഴിയുമ്പോൾ മകനെയും കൊണ്ട് അഡ്മിഷന് പോകണം, അതും കഴിയട്ടെ, എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഉടമ്പടിയിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ വരുമായിരിക്കും, പക്ഷേ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം ഉടമ്പടിയുടെ പ്രശ്നം ആൻഡ് ഇമ്മീഡിയറ്റ്ലി എന്നാണ് ബൈബിൾ എപ്പോഴും നിൽക്കണം. മാർക്കോസിൻ്റെ ഒക്കെ സുവിശേഷം നിൽക്കുമ്പോൾ അതിനൊരു മിനിമം സ്പീഡുണ്ട്. ഈശോയുടെ എല്ലാ ആക്ഷനും അമ്മയുടെ ഈശോൻ്റെ ആക്ഷൻ എല്ലാം. ഇപ്പം അമ്മ തന്നെ തിടുക്കത്തിപ്പോയി. എലിസബത്തിനെ കാണാൻ പറഞ്ഞപ്പോൾ എന്താ, ഒന്ന് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന 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 ആരാധന. ലൂക്ക 1:39. ലൂക്ക 1:39 കേട്ടോ. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു.
അപ്പം മറിയം പോകുമ്പോൾ യാത്ര പുറപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി. അത് തിടുക്കം പറയേണ്ട ഒരു കാര്യം അവിടെ ഇല്ല. അത് തിടുക്കം പറഞ്ഞില്ലെങ്കിൽ ആ ബൈബിൾ നിന്ന് ആ വചനം നിന്നോളും. സെൽഫ് സപ്പോർട്ടീവാണ്. പക്ഷേ ഈ ലൂക്ക പറയണ മറിയം ഇങ്ങനെ ചെല്ലുമ്പോൾ ചെല്ലട്ടെ എന്ന് പറഞ്ഞാൽ ആൾക്ക് നടക്കത്തില്ല. അങ്ങനെയല്ല പോയത്. എന്താണ്? ഇടിച്ച് കുത്തി ഒറ്റപ്പോക്കാണ് പോയത്. അതായത് റോക്കറ്റ് സ്പീഡാണ്. ഉടമ്പടിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്പീഡാണ് ഉടമ്പടിയുടെ ഉടമ്പടി ഫയർ ആകുന്നതിൻ്റെ ഒരു മോഡ് അതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യണം, ഉടമ്പടി ചെയ്യുമ്പോൾ തളർന്ന് കുത്തി ഇനി ആർക്കാണ് ഈ പത്രം കൊടുക്കേണ്ടത്, ആര് മേടിക്കുക, അവരിങ്ങോട്ടേക്കാണ് തിരിച്ചു തരിക, ഇങ്ങനെ അളിഞ്ഞ മോന്ത്യമായിട്ട് ഉടമ്പടി ചെയ്താൽ നിൻ്റെ ജീവിതം ഇങ്ങനെ അളിഞ്ഞിരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യമേ നിങ്ങൾ ഈ പത്രം വെച്ച് പ്രാർത്ഥിക്കണം. ഇവിടെയൊക്കെ ആദ്യം സിംഹങ്ങളാണ് ഇവിടെ ഉടമ്പടി എടുത്തിരിക്കുന്നത്. അത് അവർക്ക് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ അപ്പം തന്നെ ഒരു ദിവസം ഒരു ആങ്ങളെയും പെങ്ങളും ഞാൻ നോക്കുമ്പോൾ ഒരു പള്ളിയിൽ ബൈക്കിൽ പോവുകയാണ്. പെങ്ങളെ പുറകെ ഇരിക്കുന്ന ആങ്ങളെ വണ്ടി ഓടിക്കണം. 2 ചെറുപ്പക്കാരാണ്, 10, 22, 23 വയസ്സുണ്ട്. ഇതുങ്ങൾ എന്താ ചെയ്യണം നോക്കുമ്പോൾ പള്ളി കൊണ്ടുവന്ന് ബൈക്ക് ഇറങ്ങി വെച്ചും പടപടാന്ന് പള്ളി പിരിയണ സമയത്ത് തന്നെ എല്ലാവർക്കും പ്രാർത്ഥിച്ച്, അമ്മയുടെ പത്രമാണ്, നിങ്ങളുടെ ജീവിതം മാറി മറിക്കും, നിങ്ങളത് വായിക്കണം, മറ്റവർക്ക് വായിച്ചതിന് ശേഷം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പടപട കൊടുത്തിട്ട് അവരപ്പത്തേന് അടുത്ത വണ്ടി 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് അവർ ആ മിഷൻ കറക്റ്റ് ചെയ്തിട്ടും അടുത്ത പള്ളി ആ പള്ളി എപ്പോഴാണ് പിരിയുമെന്ന് അവർക്ക് അറിയത്തില്ല. ആ പള്ളി പിരിയുമ്പോൾ അവിടെ എത്തണം, അടുത്ത പള്ളി എത്തണം. അപ്പം ഇങ്ങനെ ഈ വാലിൽ തീ പിടിച്ച കുറുക്കന്മാരെപ്പോൾ ഈ സാധനം ചെയ്യണത്. അപ്പം അങ്ങനെ വരുമ്പോൾ അതായത് ഉടമ്പടി വരുമ്പോൾ വിഷയം, ഉടമ്പടിയുടെ എല്ലാ കാര്യവും അങ്ങനെയാണ്. ആ രോഗിനെ കാണണം, അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, രോഗിനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ ഇപ്പം രോഗികൾ വല്ലയിടത്തും ഉണ്ടായി? ഇന്ത്യയിൽ രോഗി വല്ലയിടത്തും ഉണ്ടാകുന്നു. ഇന്ത്യയിലെ രോഗികൾ വല്ലയിടത്തും ഉണ്ടാകുന്നു. എവിടെയാണ്? കൊച്ചമ്മ ചേച്ചി വല്യമ്മ ആശുപത്രി പോയിട്ട് വന്നാ, അമ്മ എന്താണ് വല്യമ്മ ആശുപത്രി ആയിരുന്നില്ല വന്നാ, എന്താ ഇവർക്ക് ആശുപത്രി പോകാൻ കഴിയില്ല, വീട്ടിലാകുമ്പോൾ പോയാൽ മതിയല്ല. അപ്പം ഇങ്ങനെ ഉഡായിപ്പ് കാണിച്ചാൽ ഉടമ്പടിയിലെ സംഗതി കുഴപ്പമാവും. ഉടമ്പടി ആയാൽ നിങ്ങൾ എന്ത് ചെയ്തു എന്നല്ല ചോദിക്കണത്, നിങ്ങളത് എന്ത് സ്പിരിറ്റിൽ ചെയ്തു എന്നാണ് ചോദിക്കണത്, എന്ത് അരൂപിലാണ് ചെയ്യുന്നത്. ഇനി പ്രത്യാശക്കാലമാകുമ്പോൾ വിശ്വാസത്തിൻ്റെ കാലത്തിൻ്റെ കുഴപ്പമില്ല, ദൈവം പ്രവടാന്ന് ഇൻസെൻറ്റീവ് ചെയ്യും. വിശ്വാസത്തിൻ്റെ കാലത്തിൻ്റെ ഗുണമെന്ന് പറയണത് പ്രവടാന്ന് കുറേ അനുഗ്രഹം കിട്ടും, എന്നിട്ട് പെടേന്ന് നിൽക്കും, സ്വിച്ചിട്ട പോലെ നിൽക്കും. നമ്മുടെ ഇപ്പോഴത്തെ മഴ പോലെ, ഇപ്പോഴത്തെ മഴ പോലെ സ്വിച്ചിട്ട പോലെ നിൽക്കും. വരും ഇങ്ങനെ ഉരുടുമെന്നും പറഞ്ഞ് വരും, സ്വിച്ചിട്ട പോലെ സഡൻ ബ്രേക്ക് ആകും. ഉടമ്പടി ആദ്യത്തെ 3-4 ആഴ്ചകളെ ഇടിവിട്ട് പോലെ പൊടാതെ ഇങ്ങനെ കവളാസ് പൊട്ടണ പോലെ പൊട്ടും. പിന്നെ ഒറ്റ നിപ്പാണ്, പിന്നെ അനങ്ങത്തിൽ ഈ സംഭവം. എന്താണ്? വിശ്വാസകാലം കഴിഞ്ഞു, ഇനി പ്രത്യാശക്കാലമാണ്. ഈ പ്രത്യാശക്കാലത്ത് പറയുമ്പോൾ ദൈവം ആ സമയത്ത് വാച്ച് ചെയ്യണത് നിന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഈ പ്രത്യാശക്കാലത്ത് നീ എന്ത് ചെയ്ത്? മിക്കവാറും ദൈവാനുഗ്രഹം കൊണ്ടൊരു 60% ആൾക്കാർ കിടന്ന് ഉറക്കമായിരിക്കും പ്രത്യാശക്കാലത്ത്. അപ്പോൾ അതൊക്കെ ചെയ്തതാണ്, എല്ലാ കാര്യവും അച്ഛൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്ത്, അവിടെ കാണിസന്മാർ പറഞ്ഞ പോലെയൊക്കെ എല്ലാം ചെയ്തായിരുന്നു. പക്ഷെ കാര്യമൊന്നും നടക്കുന്നില്ല. അപ്പോൾ അവർക്ക് തളർന്നവർ, മനസ്സിടിഞ്ഞവർ, അതിൽ മിക്കവാറും ഉറങ്ങി. ഈ ടൈമിന് ദൈവം സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരുമാതിരിപ്പെട്ട അലപലാദികളെല്ലാം ഉടമ്പടിയിൽ നിന്ന് മാറ്റും. കാര്യം ഉടമ്പടി ദൈവമായിട്ടുള്ള ഏർപ്പാടല്ലേ, അത് ബയലാട്ടറൽ എഗ്രിമെൻ്റ് അല്ലേ. അപ്പം നീ ഉടമ്പടിക്ക് യോഗ്യമല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറ്റും. പക്ഷേ ചില വിദ്വാന്മാർക്ക് കാര്യങ്ങളറിയാം, അവിടെ പഴയകാല ഹിസ്റ്ററിയും ഫയലും ഒക്കെ ദൈവത്തിൻ്റെ അടുത്തുണ്ട്. ഇപ്പം ഇത്തിരി മാന്യം കാണിച്ചാൽ ഇവിടെ തിരിച്ചു വരുമെന്ന് ദൈവത്തിന് അറിയാം. കഴിഞ്ഞ കാല ചരിത്രം അതാണ്. അതുകൊണ്ട് ദൈവം ഒരു ചെറിയൊരു അനുഗ്രഹമൊക്കെ ഭിന്നിച്ച് കാണിച്ചിട്ട് അവിടെ ഒന്നൊരു ഇൻസെൻറ്റീവ് കൊടുത്തിട്ട്, കാരണം ദൈവം നിങ്ങൾ ഉടമ്പടി തുടരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി ഒരു ജീവിത രീതിയാണ്. അത് പറമ്പ് വിൽക്കാനും ജപ്തി മാറാനും വേണ്ടിയുള്ള തൽക്കാലത്തേക്കുള്ള സൂത്രപ്പണിയല്ലത്. അപ്പം അങ്ങനെ അതാണ്
അത് കഴിയുമ്പോൾ ഇത് നിർത്താമെന്നൊക്കെ പറഞ്ഞ് ഉടമ്പടിയിൽ ആ രീതിയിൽ ഉടമ്പടിയെ കാണുന്ന ആൾക്കാരെ കുറച്ച് കഴിയുമ്പോൾ ദൈവം വകഞ്ഞു മാറ്റും, ആ മേഖലയിൽ നിന്ന് മാറ്റും. എന്നിട്ട് ദൈവം നിലനിർത്തും, ബാക്കിയുള്ള 40% നിലനിർത്തും. ഈ 40%-ത്തെക്കുറിച്ചാണ് സക്കറിയ ഇന്ന് പറയണത്. സക്കറിയ ഞാൻ കണ്ടില്ലേ, ഞാൻ കണ്ണും പൂട്ടി വചനം എടുത്തപ്പോൾ എന്താ പറയണത്? അവശേഷിക്കുന്നവർ അവകാശം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സക്കറിയ 8:12. സക്കറിയ 8:12 എന്താ? ഞാൻ സമാധാനം വിതയ്ക്കും. ഞാൻ സമാധാനം വിതയ്ക്കും. മുന്തിരി ഫലം നൽകും. നിലം വിളവ് നൽകും. ആകാശം മഞ്ഞു പൊഴിക്കും. ഈ ജനത്തിൽ അവശേഷിക്കുന്നവർ ഇതെല്ലാം അവകാശമാക്കാൻ ഞാൻ ഇടയാക്കും. അതാ വിഷയം. അവശേഷിക്കുന്നവരാണ് അവകാശം പ്രാപിക്കുന്നത്, അല്ലാതെ ആരംഭശൂരത്വം കാണിക്കുന്നവരല്ല. ഈ ആരംഭശൂരത്വക്കാരെ കർത്താവിന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് തന്നെ അനുഗ്രഹം ആദ്യത്തെ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് സ്വിച്ചിട്ട പോലെ അനുഗ്രഹം നിൽക്കും. പ്രത്യാശയുടെ സമയത്തേക്ക് ചെല്ലുമ്പോൾ ഇത് ലാഗ് ചെയ്യും. എന്നിട്ട് 60% പേര് പിരിഞ്ഞു പോരും. പിരിഞ്ഞു പോണതല്ല, പിന്നീട് ഒരിക്കലും ആലപ്പുഴ വരത്തില്ല. അതാണ് സംഭവം. അത് ഇവിടെ ഈ ഉടമ്പടിക്ക് മാത്രമുള്ളതല്ല, ദൈവമായിട്ട് ബന്ധമുള്ള എല്ലാ വിഷയവും അങ്ങനെയാണ്. ആദ്യം കുറച്ച് ഇൻസെൻറ്റ് കാണിക്കും, അപ്പോൾ കുറേ ആൾക്കാർ വെക്കാനായാലും വെള്ളം വീഞ്ഞാക്കും. അതുപോലെ തന്നെ കടനിമിത്തം നടക്കും. അതുപോലെ തന്നെ മത്സ്യങ്ങൾ വർദ്ധിപ്പിക്കും. അങ്ങനെ കുറേ അത്ഭുതങ്ങൾ നടന്നു കഴിയുമ്പോൾ ഒത്തിരി പേര് കർത്താവിലേക്ക് വരും. കുറേ അണ്ണന്മാർ ശിഷ്യന്മാരാകും. ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ കുറച്ച് കഴിയുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ കാലം തുടങ്ങും. പ്രത്യാശയുടെ കാലം കഴിഞ്ഞ് പിന്നെ വേണ്ടത് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. എന്താ കാര്യം? അവിടെ സ്നേഹം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. അവിടെ നിങ്ങളുടെ ജോലി, വീട്, വിവാഹം, അങ്ങനെ ഒരു കാര്യവും ദൈവം അഡ്രസ്സ് ചെയ്യത്തില്ല. ദൈവം നോക്കും നിൻ്റെ സ്നേഹം വളർന്നു എന്ന് നോക്കും. അതാണ് സ്നേഹത്തിൻ്റെ കാലം എന്ന് പറയണത്. ഉടമ്പടിയുടെ സ്നേഹത്തിൻ്റെ കാലത്ത് നോ സൈൻ, അടയാളമൊന്നുമില്ല. ആശുഷ ജീവിതം ഇങ്ങനെ പോകും. പണ്ടുമ്പോൾ ഉടമ്പടി എടുക്കാഞ്ഞ കാലത്ത് എങ്ങനെയായിരുന്നു, ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ പോകും. അപ്പം ദൈവം പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ദൈവം പറയും ഇത് സ്നേഹത്തിൻ്റെ കാലമാണ്. ഇവിടെ നമ്മുടെ ഈ ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് സ്നേഹം മാത്രമാണ്. ജോലിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒന്നും ഏൽക്കത്തില്ല. കൊച്ചുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, കല്യാണം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതൊക്കെ നീ നേരത്തെ ഫെയ്ത്ത് കാലത്ത് പ്രാർത്ഥിച്ചതാണ്. ഇപ്പം അതിനൊന്നും അടയാളമില്ല. ഇപ്പം തോന്നണത് നിനക്ക് ദൈവത്തോട് സ്നേഹമുണ്ടോ എന്നേ നോക്കത്തുള്ളൂ. അതാണ് സ്നേഹത്തിൻ്റെ കാലം. ഈ സ്നേഹത്തിൻ്റെ കാലം എന്ന് പറയുന്നത് ഒരു 1.5 കാലമാണ്. കാര്യം ഇതെന്ന് പറയണത് ഒരു 20% സർവൈവിങ് കിട്ടും ഇതിനകത്തുനിന്ന് സ്നേഹത്തിൻ്റെ കാലത്ത്. ഇത് ഇവിടെ ഒരു അവശേഷിക്കുന്ന ആൾക്കാരുണ്ട്. അവശേഷിക്കുന്നവർ അവകാശം പ്രാപിക്കുന്ന ഒരു കാലമുണ്ട്. ഈ സ്നേഹത്തിൻ്റെ കാലത്ത് വരണത് കാരണമുണ്ട്. സ്നേഹത്തിൻ്റെ കാലത്തിന് മുമ്പ് ഉണ്ടാകുന്ന വിഷയം, സ്നേഹത്തിൻ്റെ കാലം എങ്ങനെ തുടങ്ങണത്? സ്നേഹത്തിൻ്റെ കാലം തുടങ്ങണത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർ ഉടമ്പടിയെക്കുറിച്ചും മറ്റുള്ളവർ നീ എടുത്ത ഉടമ്പടിയെക്കുറിച്ചും നിന്നോട് സംസാരിക്കും. അപ്പോൾ നീ തീഷ്ണത കൊണ്ട് തുള്ളിച്ചാടും. ഉടമ്പടി എടുത്തിട്ടുള്ള ആൾക്കാർ തന്നെ നിന്നോട് വന്ന് സംസാരിക്കും ഉടമ്പടിയെക്കുറിച്ച്. അപ്പോൾ എന്തെന്നില്ലാത്ത ഉണർവോടുകൂടി നീ പഴയ നിനക്കൊന്നും കിട്ടിയില്ലെങ്കിലും, വീട് വെച്ചില്ലെങ്കിലും, IELTS പാസ്സായില്ലെങ്കിലും നീ ദൈവത്തോടുള്ള സ്നേഹത്തിൽ കുതിച്ചു ചാടിക്കൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കാൻ നോക്കും. അത് കർത്താവാണെന്ന് പറയുന്ന വേദം. അതാണ് സ്നേഹത്തിൻ്റെ കാലം തുടങ്ങണത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അത് കർത്താവാണ്. 21:7 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ആരാധന. യോഹന്നാൻ 21:7. യോഹന്നാൻ 21:7. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. മനസ്സിലായില്ലേ? യോഹന്നാൻ പോലും അറിഞ്ഞു കാണത്തില്ല ഇത് എന്താ എഴുതി വെക്കണമെന്ന്.
അതിങ്ങനെ കാലങ്ങൾ ചെല്ലുന്തോറും ഇങ്ങനെ വചനം പ്രസവിച്ചുകൊണ്ടേയിരിക്കും. വചനത്തിൽ തന്നെ മദർ വേർഡെന്നും പറഞ്ഞ സംഭവമുണ്ട്. മദർ വേർഡ് എല്ലാ ദിവസവും വചനം പ്രസവിക്കും. ഓരോരോ കുഞ്ഞുങ്ങൾ മനുഷ്യാവതാരം ചെയ്തു വരും. നമ്മുടെ ജീവിതാനുഭവങ്ങളുടെ മനുഷ്യാവതാരം, വചനത്തിൻ്റെ മനുഷ്യാവതാരം ഭയങ്കരമായ ഒരു വിസ്മയക്കാഴ്ചയാണ്. ഇതിവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? പശുവും ചത്ത്, മോരിലെ പുളിയും പോയി, എല്ലാവരും ചാടി വള്ളത്തിൽ കയറി അവരുടെ പഴയ ജീവിതത്തോട്ട് അവർ പോയി. ശിഷ്യന്മാരെല്ലാവരും പഴയ പണിക്ക് പോയി. യേശുവിൻ്റെ കൂടെ പോയിട്ട് പണ്ടൊക്കെ അപ്പം വർദ്ധിപ്പിച്ചൊക്കെ നുണഞ്ഞുകൊണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പണ്ട് അപ്പം വർദ്ധിപ്പിച്ചാൽ ഞങ്ങൾക്ക് തിന്നായിരുന്നു, ഭയങ്കര മധുരമായിരുന്നു, അത് മീൻ കിട്ടിയായിരുന്നു, അത് വർത്തമീൻ കിട്ടിയാന്നൊക്കെ പറഞ്ഞിട്ട് വള്ളത്തിൽ പറഞ്ഞ് കുത്തിരുന്ന് പണ്ടത്തെ ആധ്യാത്മിക അനുഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരാളിങ്ങനെ ഈ വെളുപ്പാൻകാലത്ത് കടലിൻ്റെ അരികിൽ നിൽക്കണ കാണും. ഇവന്മാർ അങ്ങനെ പല ആൾക്കാർ കടപ്പുറത്ത് വരുന്നതാണ്. പക്ഷേ യേശു സ്നേഹിച്ചിരുന്നൊരു ശിഷ്യനെ ആ ആളായ്മ കണ്ടപ്പോൾ, ആ തലയനൊക്കെ കണ്ടപ്പോൾ ആളെ മനസ്സിലായി. ഉടനെ യോഹന്നാൻ പത്രോസിനോട് പറഞ്ഞ്, ദാറ്റ് ഇസ് ലോർഡ്, അത് കർത്താവാണെന്ന് പറഞ്ഞു. ആർക്കും മനസ്സിലായില്ല. ആ സ്നേഹിച്ച ശിഷ്യനെ മനസ്സിലായില്ല. കർത്താവ് വന്നത് മനസ്സിലായില്ല. മക്കളെല്ലാം പൊട്ടന്മാരാ. ഉടമ്പടി എടുത്തിരിക്കുന്ന പാർട്ടിയാണ് എല്ലാവരും, പക്ഷെ പൊട്ടനാ. അതിനകത്ത് ഒരുത്തം പറഞ്ഞ് അവൻ്റെ നെഞ്ചത്ത് ചാരിക്കിടന്ന ആളാണ് അവസാന നിമിഷങ്ങളിൽ. കാരണം കുരിശിൻ്റെ ചുവട്ടിൽ നിന്നവനുമാണ് അവൻ. ഇവൻ്റെ തലയനക്കങ്ങളും കൈയനക്കങ്ങളും നിഴലാട്ടങ്ങളൊക്കെ അറിയാൻ പറ്റും. അവനിത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ദാറ്റ് ഈസ് ലോർഡ്, അത് കർത്താവാണ് എന്ന് പറഞ്ഞ് കേട്ടില്ല. 10 ദിവസം നോക്കുമ്പോൾ തനിക്ക് തുണിയില്ലാതിരിക്കുന്ന വെള്ളത്തെ അവൻ ചാടി പുറങ്കുപ്പായി എടുത്തിട്ടു ഒറ്റ ചാട്ടം വെള്ളത്തിലോട്ട്. കർത്താവിൻ്റെ പേര് കേട്ടതേ ഉള്ളൂ, അപ്പം തന്നെ അവൻ ചാടി. ആദ്യം ഞങ്ങൾ പണിക്ക് പോകണമെന്ന് പറഞ്ഞ പാർട്ടിയാണ്. അപ്പോൾ ഇനി ഇവിടെ കരക്ക് നിന്നിട്ട് കാര്യമൊന്നുമില്ല, ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ കൈ കൊണ്ട് അധ്വാനിക്കണമെന്നും പറഞ്ഞുകൊണ്ട് തിരിച്ചു പോയ പാർട്ടിയാണ്. പക്ഷേ ആ ഉടമ്പടി കാലമൊക്കെ കഴിഞ്ഞു, അതിൻ്റെ കാലമൊക്കെ അടയാളങ്ങളൊക്കെ തീർന്ന് ഈശോയും മരിച്ചു. ഈ ജീവിതത്തിൽ വേണമെങ്കിൽ നമുക്ക് എന്നാ ഉടമ്പടി, നമ്മ വിലയെടുത്ത് നമുക്ക് ജീവിക്കാം. ആൾക്കാർ പറയത്തില്ലേ, നാട്ടുകാർ പറയണില്ലേ, എന്നാ പാർട്ടി, നമ്മൾ വിലയെടുത്താൽ നമുക്ക് ജീവിക്കാം. അതിപ്പോൾ പാർട്ടി മാത്രമല്ല, ആധ്യാത്മിക മേഖലയിലുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് നിരാശ കയറിയിട്ട് പറയും, ഓ നമ്മ വിലയെടുത്താൽ നമുക്ക് ജീവിക്കാം. അതുമാണ് അപ്പോസ്തലന്മാരാണ് ഇത് ആദ്യം പറഞ്ഞത്. ഞാൻ പണിക്ക് പോകാൻ പോകണമെന്ന് പറയും, ഞാൻ പണിക്ക് പോകാൻ പോകണം. ഇപ്പം പറയും മറ്റുള്ളവരും അണ്ണന്മാരും പറഞ്ഞ് ഞങ്ങളും വരണമെന്ന് പറയും. എല്ലാം കൂടി കെട്ടിയെടുത്ത് പോയതാണ്. എല്ലാവരും കെട്ടിയെടുത്ത് പോയെങ്കിലും കർത്താവിൻ്റെ രീതി അനുസരിച്ചാൽ കർത്താവിന് ഇവിടെ ഇൻവെസ്റ്റ്മെൻ്റ് അറിയാം നല്ലവണ്ണം. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നിക്ഷേപമുണ്ട്. കഴിഞ്ഞകാല കാലത്തിലെ കർത്താവിന് വേണ്ടി ഒത്തിരി സ്നേഹിച്ച് കൂടെ നടന്ന് ജോലി ചെയ്ത ആൾക്കാരാണ്. ഒരുത്തൻ കർത്താവിന് വേണ്ടി വെട്ടിയ ആളാണ് പത്രോസ്. ശത്രുക്കളുടെ മുമ്പിൽ നിന്ന് കർത്താവിനെ രക്ഷിക്കാൻ വെട്ടിയ ആൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. യോഹന്നാനാണെങ്കിൽ കർത്താവിന് സമരിയക്കാരുടെ വഴിയെ കൂടി കർത്താവ് പോകണമെന്ന് പറഞ്ഞപ്പോൾ സമരിയക്കാർ പറഞ്ഞു, നിൻ്റെയൊക്കെ കൈയും കാലും വെട്ടുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് കർത്താവിനോട് തിരിച്ചൊന്നും പറഞ്ഞ്, നീ ദൈവപുത്രനാണ്, അധികാരമുണ്ട്, പക്ഷെ പ്രയോജനമില്ല. ഇവന്മാരുടെയൊക്കെ പെടലെടുക്കേണ്ടതാണ്. ആ അധികാരം ഇങ്ങോട്ടുതാ, ആകാശത്ത് തീയും ഗന്ധം ഇറക്കണം, ഞാൻ കാണിച്ചു തരാം. ഇവന്മാർ ഇന്ന് സംസാരിച്ചില്ല, നാളെ സംസാരിക്കില്ലെന്ന് പറഞ്ഞ് സമരിയക്കാരുടെ ഇതിൽ കർത്താവിന് വേണ്ടി വീമ്പിളച്ച് ചെയ്യുന്ന ആളാണ് യോഹന്നാൻ. ഈ രണ്ട് കാര്യവും കർത്താവ് വഴക്കിട്ടെങ്കിലും കർത്താവിൻ്റെ മനസ്സിലതുണ്ട്. അതാണ് വിഷയം. നമ്മൾക്കൊരു കാലത്തെ പ്രാർത്ഥനയിലൊക്കെ വന്ന് വീഴ്ചയൊക്കെ വന്നെങ്കിലും കർത്താവിൻ്റെ ശാസന കിട്ടിയാലും നിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ദൈവം മറക്കത്തില്ല ഒരിക്കലും. അതാണ് വീണ്ടും ആ രണ്ട് കക്ഷിയുടെ വന്നില്ലേ, യോഹന്നാനും പത്രോസും. പണ്ട് ഈ രണ്ട് കക്ഷികളാണ് കർത്താവിൻ്റെ ജീവന് വേണ്ടി പോരാടിയ രണ്ട് കക്ഷികളാണ്. അപ്പോൾ യോഹന്നാൻ ആണ് കണ്ടെത്തി പറഞ്ഞത് അത് കർത്താവാണെന്ന്. അപ്പം തന്നെ പത്രോസ് എടുത്തു ചാടി. അപ്പം യോഹന്നാൻ തന്നെ സുവിശേഷം എഴുതിയിരിക്കുകയാണ്. എന്താ പറയണത്? അവൻ എടുത്തു ചാടി, പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് താക്കോല് പോയി. അവൻ താക്കോലടിച്ച് മാറ്റിയെന്ന്. എന്താ കാര്യം? അവൻ എടുത്തു ചാടി. പിന്നെ ഉടനെ ബൈബിൾ പറയാണ്, എന്നാൽ മറ്റു ശിഷ്യന്മാർ വള്ളത്തിൽ തന്നെ ഇരുന്ന് മീനും കൊണ്ട് പോകുന്നെന്നാണ് പറയണം. അപ്പം എന്നാലെന്ന് ചേർക്കേണ്ട കാര്യം ഇല്ല ഇവിടെ. പക്ഷെ അവൻ എടുത്തു ചാടിയതിന് പ്രാധാന്യം കിട്ടാൻ വേണ്ടിയാണ് എന്നാലെന്ന് പറയണത്.
അപ്പോൾ ഈ ഉടമ്പടിയിൽ ഒത്തിരിയേറെ, ഉടമ്പടി എന്താണ്? അവൻ പറയണ പോലെ ചെയ്യണതല്ലേ. അപ്പം അതിൻ്റെ അകത്തൊരു എടുത്തുചാട്ടമുണ്ട്. പുറത്തേക്കണം, ചെല്ലുമ്പോൾ ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്താൽ അതിന് സ്പീഡ് ഉണ്ടാകത്തില്ല. ഇപ്പം എന്നാ പറ്റി? പുറത്ത് അടുത്ത് വന്നപ്പോൾ ഇവന്മാർ വയറ്റിപ്പിഴപ്പിന് വേണ്ടിയാണല്ല മീൻ പിടിക്കാൻ പോയത്. ഇവന്മാർ അധ്വാനിക്കാത്ത മീൻ കർത്താവ് ഇവിടെ പൊരിച്ചുകൊണ്ടിരിക്കുക. ഇത് ദൈവബലിയുടെ ഒരു ഭാഗമാണ്. എന്നിട്ട് കർത്താവ് പറഞ്ഞ്, നീയൊക്കെ മീനില്ല ഭക്ഷണമില്ലെന്ന് പറഞ്ഞല്ലേ പോയത്. പണ്ട് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നോക്കിയ ആളാണ്. പണ്ട് ഭക്ഷണം കൊണ്ട് സമരക്കാരോട് കർത്താവ് സംസാരിക്കുമ്പോൾ ഭക്ഷണം കൊണ്ട് വന്ന കക്ഷികളാണ്. അത് പത്രോസ് പറഞ്ഞു, ഗുരു ഭക്ഷിച്ചാലും. അപ്പം കർത്താവ് പറഞ്ഞു, നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പം പത്രോസ് പറഞ്ഞു, നമ്മൾ പോയ സമയത്ത് വേറെ ആരെങ്കിലും കൊണ്ടൊന്ന് ഭക്ഷണം കൊടുത്ത് കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി ഭൂമിയിൽ നിൽക്കുന്നതിന് പകരം ഇവരൊന്ന് ചാടി നോക്കിയതാണ്. പക്ഷേ ഇവരെ പോയി വിളിച്ചതിൻ്റെ കാരണം ഇവിടെ പഴയ ഇൻവെസ്റ്റ്മെൻറ്റാണ്. നിങ്ങൾക്ക് പണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ എന്തെങ്കിലും പിടിപാടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ലെങ്കിലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ദൈവം വിസ്മരിക്കത്തില്ല. അതെപ്പോഴും ഓർക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പം ഞാനൊക്കെ ഓർക്കുക, ഞാനിപ്പോൾ അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. ഞാൻ എന്താ പ്രത്യക്ഷപ്പെടാൻ കാര്യം? എനിക്ക് പണ്ടൊരു അസുഖം ഉണ്ടായിരുന്നു. എല്ലാ വീട്ടിലും പോയി വണക്കം വായിച്ചു കൊടുക്കും. അസുഖമില്ല, കാര്യം അന്ന് എല്ലാവർക്കും അക്ഷരം അറിയാൻ പാടില്ല ഞങ്ങളുടെ നാട്ടിലേ. ഇപ്പം ഞാനന്ന് 10ാം ക്ലാസ് പാസ്സായി നിൽക്കുന്ന സമയമാണ്. ഇപ്പം ജീവിതകാലത്ത് മെയ് മാസം വണക്കം വരുമ്പോൾ ഞാൻ ഒരു വീട്ടിൽ പോയി വണക്കം വായിച്ചു കൊടുക്കും. അപ്പോൾ അവിടെ പാട്ടൊക്കെ പാടിച്ചിട്ട് അടുത്ത വീട്ടിൽ പോകും വണക്കം വായിക്കാൻ വേണ്ടി. അപ്പോൾ രാത്രി 7 മണി തൊട്ട് രാത്രി 10 മണി വരെ ഓരോ വീട്ടിൽ പോയിരുന്നുകൊണ്ട് വണക്കം വായിച്ചു കൊടുക്കും. ഇത് നിക്ഷേപമാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണം വന്നപ്പോൾ ആ പഴയ അക്കൗണ്ടിൽ നിന്നുള്ള സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യണ ഒരു കാര്യവും പാഴായി പോകത്തില്ല. നീ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിക്ഷേപമാണ്. ഒരു ടൈം ആകുമ്പോൾ ആ സാധനം എല്ലാം എടുക്കും ദൈവം. യോഹന്നാനും പത്രോസിനും നല്ല നിക്ഷേപമുള്ള ആൾക്കാരാണ്. പക്ഷെ പത്രോസിന് ഇമ്മിണി കൂടുതലാണ്. പക്ഷെ അതുകൊണ്ട് പത്രോസിനോട് തന്നെ ചോദിക്കും, നീ ഇവരെക്കാളൊക്കെ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അതാണ് സംഭവം. ഇവരെക്കാളെല്ലാം അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നറിയാം. പക്ഷെ പത്രോസിന് ആടുകളെ മേയ്ക്കാൻ അധികാരം കൊടുക്കുന്നത് സ്നേഹത്തിൻ്റെ അധികാരത്തിലാണെന്നുള്ള യോഹന്നാൻ കേൾക്കണം. യോഹന്നാന് കൊടുത്ത പാരപ്പണിയാണത്. യോഹന്നാൻ അവിടെ തന്നെ ഇരുന്നില്ലേ? കാര്യങ്ങളൊക്കെ അറിയാം. കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് കാര്യമില്ല, എടുത്തേടാൻ പഠിക്കണം. അതാണ് താത്വിക പ്രബോധകരും താത്വിക അറിവുള്ളവരും സാധാരണ മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. താത്വിക പ്രബോധകർക്കും പ്രബോധജലമായ പ്രൊഫസർമാർക്കൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ഒരു വള്ളത്തന്നെ ഇരിക്കത്തുള്ളൂ, ഇറങ്ങത്തില്ല. പാവപ്പെട്ടവൻ എന്ത് ചെയ്യും? കർത്താവടത് കേൾക്കുമ്പോൾ തന്നെ ചാടി ഇറങ്ങും. അവൻ താക്കോലും കൊണ്ട് പോകും. ഇത് ബൈബിളിലെ ഒരു ഇക്വേഷനാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ചാടി കർത്താവാണെന്ന് കേട്ട ചാടാൻ കഴിയണം. അതാണ് ഉടമ്പടിയുടെ ഒരു പവർ. എന്നിട്ട് ചാടിക്കഴിയുമ്പോൾ കർത്താവ് പറയും, യോഹന്നാനോട് പറയും, യോഹന്നാന് കിട്ടേണ്ട സംഭവമാണ് ഇതെല്ലാം. ആടുകളെ മേയ്ക്കണ കാര്യമൊക്കെ യോഹന്നാന് കിട്ടേണ്ടതാണ്. കിട്ടത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം യോഹന്നാനാണ് കുരിശിൻ്റെ ചുവട്ടിൽ നിന്നത്. കുരിശിൻ്റെ ചുവട്ടിൽ നിന്നത് യോഹന്നാനാണ്. അപ്പം നല്ല മാർക്ക് സ്കോർ ചെയ്ത ആളാണ്. പക്ഷെ അവസാനത്തെ സ്കോറിന് 50 മാർക്കുണ്ടായിരുന്നു. അത് യോഹന്നാൻ അറിയാൻ പറ്റില്ലായിരുന്നു. യോഹന്നാൻ ആ അവസാനത്തെ ചോദ്യത്തിന് അവസാനത്തെ ക്വസ്റ്റ്യന് ട്രയലിൽ 50 മാർക്കാണ്. ആ സാധനം പത്രോസിന് കിട്ടിയപ്പോൾ 10 മാർക്ക് യോഹന്നാനൊക്കെ കൂടുതലായി പോയി പത്രോസിന്. എന്തുകൊണ്ടാണ് പത്രോസിന് അധികാരം കൊടുത്തതെന്ന് യോഹന്നാനോട് പറയാതെ പറയണതാണ്, നീ ഇവരെക്കാളെല്ലാം അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അതാണ് ഉടമ്പടിയുടെ സ്നേഹക്കാലം എന്ന് പറയുന്നത്. പിടിയിടിയ ഉടമ്പടിയിൽ ഒരു അനക്കം ഉണ്ടാകത്തില്ല. നമ്മൾ വേലയെടുത്താൽ നമ്മൾക്ക് ജീവിക്കാൻ പറഞ്ഞ രീതിയിൽ ആ ശിഷ്യന്മാർ ആയിപ്പോകും. അപ്പോൾ നമ്മൾ ഉടമ്പടി ചില ആൾക്കാർ മറന്നു പോകും. പക്ഷേ ആരെങ്കിലും നമ്മളെ ഉടമ്പടി ഓർപ്പിച്ചാൽ അപ്പം പഴയ വർദ്ധിച്ച വീര്യത്തോട് നമ്മളെ വീണ്ടും ചാടിക്കഴിഞ്ഞാൽ അത് സ്നേഹത്തിൻ്റെ കാലമാണ്. എല്ലാവരെക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്ന കാലം.
അപ്പം എല്ലാവരെക്കാളും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ള ഒരു ഉടമ്പടിയുടെ ഒരു നിബന്ധന ബൈബിൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാപിറ്റൽ വെളിപാടാണ്. നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത്. അത് ആ ദൈവം തന്നെയാണ് പിന്നീട് വചനം മാസമായി കഴിയുമ്പോഴും ആ നിബന്ധനകൾക്ക് മാറ്റമില്ല. എന്താണ്? നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പറയും, എല്ലാത്തിനേക്കാൾ ഉപരി ആ ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ആ നിബന്ധനകൾക്ക് പിന്നെ മാറ്റമില്ല. പത്രോസിലേക്ക് വരുമ്പോൾ പറയും, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പോൾ പത്രോസ് പറയും, യു നോ ഇറ്റ് എന്ന് പറയും. എന്താണ്? നിനക്കത് അറിയാം. ഞാൻ പറഞ്ഞാൽ എനിക്ക് വിഷമമാണെന്ന് പറയും. അതാണ് പത്രോസ് പറയുന്നത്. കാര്യം കർത്താവ് കാണിച്ച ഒരു വല്ലാത്ത ഒരു പണിയുണ്ട്. കാര്യം കർത്താവിൻ്റെ കയ്യെ വിലങ്ങ് വീണപ്പോൾ പത്രോസ് വാളൂരി, ആ 200 പേരാണ് പന്തങ്ങളും വിളക്കുകളും ആയിട്ട് നിൽക്കണത്. പത്രോസ് ഒറ്റക്ക്. എന്നിട്ടും കർത്താവിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശത്രുപാളയത്തിൽ വെട്ടിയവനാണ് പത്രോസ്. അപ്പോഴാണ് പത്രോസിനോട് പറയണത്, വാൾ ഉറയിലിടാൻ പറയണത്. അപ്പം അത് കേട്ടോടുകൂടി പത്രോസ് വാൾ ഉറയിലിട്ട് വചനം പാലിച്ചു. അവൻ പറയണ പോലെ ചെയ്ത്. അതാണ് ഉടമ്പടി എന്ന് പറയണത്. പത്രോസിൻ്റെ ഉടമ്പടിയാണ് ഏറ്റവും ബെസ്റ്റ് ഉടമ്പടി. സ്നേഹത്തിൻ്റെ കാലത്ത് അപ്പോൾ വെട്ടുകൊണ്ട് മൽക്കസിൻ്റെ ചെവി ഛേദിച്ച് പോയി കഴിഞ്ഞപ്പോൾ പ്രധാന ഭൃത്യൻ്റെ പരിചാരകൻ്റെ ചെവി ഛേദിച്ചു. പിന്നെ അവർ പത്രോസിനെ പഴം നുറുക്കണ പോലെ നുറുക്കുമെന്ന് പത്രോസിന് അറിയാം. തനിക്ക് അപകടങ്ങളാണ്, ഈ ഉടമ്പടിയുടെ പേരിൽ തനിക്ക് വരാൻ പോണ ത്യാഗങ്ങളാണെന്നറിയാം. എന്നിട്ടും അവൻ പറഞ്ഞതല്ലേ വാളുറയിലിടാൻ. അതുകൊണ്ട് പത്രോസ് അവൻ പറഞ്ഞതുപോലെ ചെയ്തു. അതാണ് ഉടമ്പടി. അവൻ പറയണ പോലെ ചെയ്യുക. നമ്മുടെ തല പോകുന്നത് കണ്ടാലും അവൻ പറയണ പോലെ ചെയ്യും. അങ്ങനെ പത്രോസ് വാൾ ഉറയിട്ടിട്ട്, ഇനി എനിക്കിവിടെ റൈറ്റില്ല, എനിക്കിവിടെ പാങ്ങില്ല, ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. കാര്യം കർത്താവ് വരെ ശത്രുവായ പാളയത്തിൽ കൂടിയിരിക്കുകയാണ്. കാര്യം അവരുടെ ആ ചെവി, പത്രോസ് വെട്ടിയ ചെവി, കർത്താവ് ഛേദിച്ച ചെവി കർത്താവ് എടുത്ത് വെച്ച് കൊടുത്തില്ലേ, അത് പുറത്തില്ലേ. അപ്പം കർത്താവിന് മുമ്പ്, അവരുടെ മുമ്പിൽ കർത്താവിനൊരു പിടിയായി. പാവപ്പെട്ട കർത്താവിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വെട്ടിയവൻ പ്രതിയുമായി. എന്നിട്ടും ഈ മനുഷ്യൻ കർത്താവിനെ വിടത്തില്ല. ഈ ഉടമ്പടി പഠിക്കുന്നവൻ ആ ഉടമ്പടി പ്രകാരം നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കുമെന്നൊരു മനുഷ്യൻ കർത്താവിനോട് പറഞ്ഞായിരുന്നു. എന്ന് വെച്ചാൽ ഏത് സാഹചര്യത്തിലൂടെയാണ് എൻ്റെ ജീവിതം പോകണമെന്നുണ്ടെങ്കിലും നീ തന്നെ ഒരു ദിവസം എന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയാതെ നിൻ്റെ പുറകെ വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ പറയും, അകലെ കൂടി അവൻ കർത്താവിനെ അനുഗമിച്ചെന്ന്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അകലെ കൂടി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, യേശുവേ മഹത്വം.